MS വേർഡിൽ നമുക്ക് പിക്ചേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കളയാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളയേണ്ട ആ ഒരു പിക്ചറിനെ MS വേർഡിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ പിക്ചർ ഫോമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് കൂടെ വന്നേക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ പിക്ചർ ഫോമാറ്റ് എന്ന് പറയുന്ന ടാബിനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ സബ് ഗ്രൂപ്പുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ സബ് ഗ്രൂപ്പിലെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പിക്ചറിലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സെലക്ട് ആയിട്ട് വരും. അതായത് ഒരു റോസ് കളറിൽ ഇങ്ങനെ സെലക്ട് ആയിട്ട് വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. അപ്പൊ ഇതിനകത്ത് കീപ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ സെലക്ട് ആയിരിക്കുന്ന പോർഷൻസ് എല്ലാം പോയിട്ട് നമ്മളുടെ പിക്ചർ മാത്രം നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് പോയിട്ട്. ഇനി നമുക്ക് ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ടിലെ മാർക്ക് ഏരിയാസ് ടു കീപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എത്ര പോർഷൻസ് മാത്രം മതി എന്നുള്ളത്. അപ്പൊ ആ പോർഷൻസ് സെലക്ട് ചെയ്തിട്ട് കീപ് ചേഞ്ചസ് കൊടുത്താൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് മാർക്ക് ഏരിയാസ് ടു റിമൂവ് എന്ന് പറയുന്നത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ട പോർഷൻസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കഴിയുന്ന ഉടനെ ആ പോർഷൻസും കൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ കീപ് ചേഞ്ചസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പോർഷനും ഇവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇമേജിന്റെ